ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ടോപ്പും പാൻറ്റും തയ്ക്കാം. ചുരിദാർ ടോപ്പും പാൻറ്റും പലവട്ടം ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇത് ഒരു അത്യാവശ്യം വലിയൊരു ടോപ്പാണ്. ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം ഏകദേശം ഒരു 50 to 52 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉള്ളതാണ്. ഈ കറുത്ത ടോപ്പ് അളവ് അത് ഞാൻ തയ്ച്ചത് തന്നെയാണ്. അതിൻ്റെ അളവിനാണ് ഇതും തയ്ക്കാനുള്ള. കണ്ട 23. അപ്പോൾ ഏകദേശം 52ഓളം ഇഞ്ച് വണ്ണം ഉണ്ട്. അതായത് ഇതൊരു XXL ആണ്. XXL അല്ല, 4XL എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് XXL തന്നെ. XXL 52 ഇഞ്ച് ആകുമ്പോൾ XXL ആണ്. കൈനീളമൊക്കെ ഉള്ളതാണ്. 17 ഇഞ്ച് കൈനീളമുണ്ട്. ഇതിന് ലെങ്ത്തും ഉണ്ട്. ഏകദേശം 45ഓളം ലെങ്ത് ഉണ്ട്. പക്ഷെ ഈ റെഡിമെയ്ഡ് ടോപ്പ് ചിലതൊക്കെ വരുമ്പോഴത്തേക്ക് ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ ഈ കൊണ്ടുവന്ന ടോപ്പിൻ്റെ അത് റെഡിമെയ്ഡ് ഒരു തുണിയാണ്. അപ്പോൾ അതിന് എത്ര ലെങ്ത് ഉണ്ടെന്നറിയത്തില്ല. അതനുസരിച്ച് തയ്ക്കണം. ചിലപ്പോൾ ഇത്രയും ലെങ്ത് വരില്ലെന്നും വരും. ചിലപ്പോൾ ഇതിനേക്കാളും ലെങ്ത് ഉണ്ടായെന്നും വരും. ഇതിൽ ലൈനിങ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റുണ്ട്. ഒരു സാധാ പാൻറ്റാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ തയ്ച്ച് കാണിക്കുന്നുണ്ട്. ആ പാൻറ്റും ടോപ്പും കൂടെയാണ് ഈ വീഡിയോ. ഈസി പാൻറ്റാണ്. പെട്ടെന്ന് തയ്ച്ച് തീരാനും വെട്ടാനും തയ്ക്കാനും പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് വെട്ടി തയ്ച്ച് തീരാൻ പറ്റുന്ന ഒരു പാൻറ്റാണ്. ഇതിൻ്റെ ഷോൾഡറൊക്കെ നമുക്ക് ഇതിപ്പോൾ എത്ര വലിയ സൈസാണെന്ന് മനസ്സിലായല്ലോ. 52 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉള്ളതാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഷോൾഡർ എടുക്കുന്നത് 7 തന്നെയാണ്. 7 ഇഞ്ച് തന്നെയാണ് ഇതിന് ഷോൾഡർ എടുക്കുന്നത്. അതിൽ കൂടുതൽ ഷോൾഡർ വേണ്ട കാര്യമില്ല കേട്ടോ. 7 ഇഞ്ച് തന്നെ ഷോൾഡർ. ഇതൊരു കണക്കാണ് കേട്ടോ. 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ്. അതുപോലെ 7 ഇഞ്ച് തന്നെയാണ് നമ്മളെ വേസ്റ്റിൻ്റെ അങ്ങോട്ട്. 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് ആം ഹോള്, 7 ഇഞ്ച് വേസ്റ്റിൻ്റെ അങ്ങോട്ട് 7 ഇഞ്ച് തന്നെ. അവിടുന്ന് 6 ഇഞ്ച് നമ്മൾ സ്ലിറ്റിലേക്ക് 6 ഇഞ്ച് മതി കേട്ടോ. അതായത് 7, 7, 6 അങ്ങനെയാണ്. 7, 7, 7, 6. അതായത് 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് ആം ഹോള്, 7 ഇഞ്ച് വേസ്റ്റ്, 6 ഇഞ്ച് സ്ലിറ്റ്. ഇതാണ് ഇതിൻ്റെ കണക്ക്. എത്ര വലിയ ടോപ്പ് തയ്ച്ചാലും ഞാൻ ഈ കണക്കിന് തന്നെയാണ് തയ്ക്കുന്നത്. 1.5 ഇഞ്ച് കൈക്കുഴി എടുക്കും. പിന്നെ ഇത് ബാക്ക് നെക്ക് ഇറക്കമുള്ള, അതായത് 4-5 ഇറക്കം വരുന്നതാണ്. പക്ഷെ നമ്മൾ തീരെ കഴുത്ത് കയറിയിരിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ഷോൾഡർ എടുക്കാം. പിന്നെ അതുപോലെ കോളറിനാണെങ്കിൽ ഇതിലും കൂടുതൽ ഷോൾഡർ എടുക്കണം കേട്ടോ. ഇത് ഒരു സാധാ ടോപ്പ്, അതിനനുസരിച്ചുള്ള ഷോൾഡറാണ് ഇത് എടുത്തേക്കുന്നത്. സാധാ ടോപ്പിനൊക്കെ ഇത്ര ഒരു 3-4 ഇഞ്ചൊക്കെ ഇറക്കണം, 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ ഇറക്കണം എന്നുള്ളതിന് ഇത് തന്നെയാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. ചെസ്റ്റ് വണ്ണം അളന്നെടുത്തു. ഇനി വേസ്റ്റ് ആണ്, അത് അളന്നെടുത്തു. അതായത് ചെസ്റ്റ് വണ്ണം നമ്മൾ എത്ര എടുക്കുന്നു അതിൻ്റെ 1 ഇഞ്ച് കുറച്ച് വേസ്റ്റ് വണ്ണം, 1/2 ഇഞ്ച് കൂട്ടി സ്ലിറ്റ് വണ്ണം. ഇതാണ് കണക്ക് കേട്ടോ. നമ്മളിപ്പം 14 ഇഞ്ച് വേസ്റ്റ് വണ്ണം എടുത്ത് 14 ഇഞ്ച് ചെസ്റ്റ് വണ്ണം എടുത്ത് 13 ഇഞ്ച് വേസ്റ്റ് വണ്ണം എടുത്ത് 14.5 ഇഞ്ച് സ്ലിറ്റിൻ്റെ വണ്ണം എടുത്ത്. അതാണ് നമ്മളുടെ കണക്ക്. നമ്മൾ എത്രയാണോ ചെസ്റ്റിന് വണ്ണം എടുക്കുന്നത് അതിൻ്റെ 1 ഇഞ്ച് കുറച്ച് വേസ്റ്റ് വണ്ണം എടുക്കും. ചിലർക്ക് നല്ല വയറുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ വേസ്റ്റ് വണ്ണം എടുക്കുമ്പോൾ 1 ഇഞ്ചൊന്നും കുറയ്ക്കണമെന്നില്ല. ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ അല്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിയാൽ മതി കേട്ടോ. ചിലർക്ക് നല്ല വയറുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെസ്റ്റിനേക്കാൾ കൂടുതൽ വയറായിരിക്കും. അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ അതനുസരിച്ച് വെട്ടിയേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇത് സാധാരണ ഉള്ള ടോപ്പാണ്. അപ്പോൾ ഒരു XXL ആണിത്. ഒരു സ്ലിറ്റിൻ്റെ അവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പ് വെട്ടി തീർന്നു. ഇനി അടുത്തത് കൈ വെട്ടണം.
കയ്യിൽ അത്രയും ഭാഗത്തിനൊരു ബോർഡറൊക്കെ ഉണ്ട്, നമുക്ക് മാറ്റാം. മാറ്റി വെട്ടി തയ്ക്കുമ്പോൾ അത് ചെറിയ ബോർഡർ ആയിരിക്കും, ഫുള്ള് കൈക്കൊന്നും കിട്ടൂല. അതായത് കൈ ഒരു 10 ഇഞ്ച് വണ്ണത്തിനൊക്കെ മാത്രമേ ഇങ്ങനെയുള്ള ബോർഡറുകൾ കിട്ടൂ. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ തയ്യലിളക്കി അങ്ങ് മാറ്റണം. എന്നിട്ട് കൈവണ്ണം എത്രയാണ് നമുക്ക് വേണ്ടത്? 17 ഇഞ്ച്. അത് നമ്മൾ ലൈനിങ് തയ്ച്ച് മടക്കുന്നുണ്ട്, ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. 3 ഇഞ്ച് കൈക്കുഴി എടുക്കണം. ഇതോ വെട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്ക് ടോപ്പ് വെട്ടാം. ഇനി അടുത്ത നമുക്ക് പാൻറ് വെട്ടാം കേട്ടോ. പാൻറ് ഇതാ 4ആയിട്ട് മടക്കി ഇടുക. പാൻറ്റിൻ്റെ പീസ് 4ആയിട്ട് മടക്കി ഇടണം കേട്ടോ. എത്രയാണോ വണ്ണം ആ വണ്ണത്തിനനുസരിച്ച് നിങ്ങൾ മടക്കി അയക്കണം കേട്ടോ. അപ്പോൾ എത്ര ഇഞ്ച് വണ്ണത്തിന് എടുക്കണം. അപ്പോൾ ഇതൊരു വലിയ ടോപ്പാണെന്ന് മനസ്സിലായപ്പോൾ പാൻറ്റും വലുതായിരിക്കും. ഇതാണ് പാൻറ്റ്. പാൻറ്റ് എലാസ്റ്റിക്കൊക്കെ ഇട്ട് ഒക്കെ തയ്ക്കാനുള്ളതാണ്. അതാ എലാസ്റ്റിക്കാണ് കേട്ടോ അതിന്. അപ്പോൾ അതിൻ്റെ വണ്ണമൊക്കെ നമ്മൾ മൊത്തത്തിലൊന്നാളെ നോക്കണം, എത്ര ഇഞ്ച് വണ്ണം വേണ്ടി വരുമെന്നൊക്കെ നോക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇത് 56 ഇഞ്ച് വണ്ണത്തിനാണ്. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഒരു 60-62 ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ ഇടും. ബട്ടക്സ് ഒക്കെ ഉള്ളതാകുമ്പോൾ അത്രയും വേണം. അപ്പോൾ അതായത് നമ്മൾ 16 ഇഞ്ച് വണ്ണം എടുക്കും. ഇത് ഞാനൊരു കണക്കുണ്ട്. കാരണം ഇത് നമ്മളിപ്പോൾ മേളിൽ പട്ട വെച്ചടിക്കണില്ല, ഇത് തന്നെ മടക്കി നമ്മൾ ഇത് ഇലാസ്റ്റിക് വെക്കുകയാണ്. അപ്പോൾ 14 ഇഞ്ച് വണ്ണം, 16 ഇഞ്ച് ക്രോച്ച്, 16 ഇഞ്ച് വണ്ണം. അര 14, ക്രോച്ച് 16, ലെങ്ത് 16 തന്നെ ക്രോച്ചിൻ്റെ വണ്ണം. ഇതാണ് ഇതിൻ്റെ കണക്ക്. ക്രോച്ച് എപ്പോഴും 16 ഇഞ്ച് എടുക്കണം. അങ്ങനെ 14 ഇഞ്ച് 14 ഇഞ്ച് വേണം നമുക്ക് തയ്ച്ച് വരുമ്പോഴത്തേക്ക്. 14, 15 വേണം. അപ്പോൾ നമ്മൾ മേളിൽ മടക്കുന്നതും ഒക്കെ കൂടെ കണക്കാക്കി ഒരു 15 നമുക്ക് ക്രോച്ച് വേണം. ഇല്ലെങ്കിൽ തുടയുടെ കയറി പിടിക്കും, അതുകൊണ്ടാണ്. നമ്മൾ മേളിലോട്ട് ഒരു 2 ഇഞ്ച്, ഒരു 1.5 ഇഞ്ചെങ്കിലും നമുക്ക് എലാസ്റ്റിക്കിന് മടക്കണ്ടേ. അതനുസരിച്ച് നമ്മൾ ക്രോച്ചിൻ്റെ നീളം എടുക്കണം. അതും വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കത് ടോപ്പ് തയ്ക്കാം. ഇതിൽ കഴുത്ത് ഇതിൽ തന്നെ ഉണ്ട്, അപ്പം നമുക്കിത് തയ്ച്ച് മടക്കാം. അല്ല ഇതിൽ വേറെ നമുക്ക് ക്യാൻവാസ് ഒന്നും വെച്ചടിക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ കഴുത്തുള്ളത് കൊണ്ട് നമുക്ക് ഇത് വെച്ച് തയ്ച്ച് മടക്കാവുന്നതാണ്. ഇതൊക്കെ പെട്ടെന്ന് തയ്ച്ച് കഴിയും. ഒരു 1/2 മണിക്കൂർ പോലും വേണ്ട ഈ ടോപ്പൊക്കെ തയ്ക്കാൻ കേട്ടോ. വേഗം തയ്ച്ച് കഴിയും. ലൈനിങ് നമ്മൾ അതിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ ആ കഴുത്ത് കൈ കൊണ്ട് നോക്കി പിടിച്ച് അതനുസരിച്ചൊരു മാർക്ക് ചെയ്യണം കേട്ടോ. ഒരു പിന്നൊക്കെ കുത്തിയിട്ട് ഒരു മാർക്ക് ചെയ്തിട്ട് ആദ്യം സെൻറ്ററിലൊരു തയ്യൽ തയ്ക്കണം. നമ്മൾ ഒരു ചെറിയ അതിങ്ങനെ നോക്കിയിട്ട് ഒരു മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നമ്മൾ തയ്ച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൽ തന്നെ ഒരു തുണി വെച്ച് തയ്ച്ചിട്ടാണ് ആ എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് തയ്ക്കാൻ. എൻ്റെ ബ്ലൗസിൻ്റെ ക്ലാസ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണവർ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അതുപോലെ ഇനി ക്ലാസ്സിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാണ്ടെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. നമ്മളതൊന്ന് മറിച്ച് നോക്കണം, നമ്മൾ തയ്ച്ചേക്കണ കറക്റ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ടേ കട്ട് ചെയ്യാവൂ. ചിലപ്പോൾ എംബ്രോയ്ഡറിയിൽ കയറി ഇരിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തയ്ച്ച് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് മറിക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ അരുവിനോട് ഒരു തയ്യൽ തയ്ക്കണം. സൂചി ഒടിഞ്ഞതാണ് കേട്ടോ, സൂചി ഒടിഞ്ഞതാണ്. അവിടെ അതിലൊരു കല്ലുണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. അങ്ങനെ സൂചി ഒടിഞ്ഞ് പിന്നെ സൂചി മാറ്റി വീണ്ടും തയ്ക്കുന്നു. നിങ്ങൾ തയ്ക്കുമ്പോൾ ഈ കല്ലുകളൊക്കെ ഉള്ളത് വളരെ ശ്രദ്ധിച്ച് തയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ സൂചി പിന്നെ പിന്നെ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ സൂചി ഒടിഞ്ഞൊരു പണി കിട്ടിയതിന്. ഇതിൽ ഇരിക്കുന്നതൊക്കെ കല്ലുകളാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊരു കല്ലുണ്ടായിരുന്നു, ഞാൻ നോക്കി തന്നെ തയ്ച്ചത്, പക്ഷെ ഒരു കല്ല് അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന കണ്ടില്ല. സൂചി ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ തന്ന തുണിയിൽ കൂടുതൽ പൈസ മേടിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് എല്ലാവരും തയ്ക്കുമ്പോൾ സൂചിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് തയ്ക്കുക. ഇനി നമുക്കിത് ഒരു തയ്യലും കൂടെ തയ്ക്കാൻ കേട്ടോ. ആംഹോളൊക്കെ നമ്മളൊന്ന് തയ്ച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിലേ നമ്മളെല്ലാം തയ്ക്കുമ്പോൾ ചിലപ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെച്ചിട്ട് നമുക്ക് കൈയൊക്കെ വെച്ച് തയ്ക്കാൻ എളുപ്പമുണ്ട്. ഇനി ബാക്ക് ഇതുപോലെ തന്നെ ലൈനിങ് എടുത്ത് മെയിൻ പീസിൻ്റെ മേലെ വെച്ചിട്ട് കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ കഴുത്ത് വെട്ടണം. സാധാരണ എല്ലാവരും ബാക്കും ഫ്രണ്ടും കഴുത്തും ഒക്കെ വെട്ടി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഞാൻ പിന്നെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്ക് വെട്ടുന്നത്. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ. എന്താ ഇതിന് ചെറിയ കഴുത്ത് മതി കേട്ടോ, ഒരുപാട് ഇറങ്ങണ്ട കഴുത്ത്, ഒരു 3 ഇഞ്ച് ഇറങ്ങിയാൽ മതി. ഇതിൻ്റെ കഴുത്തൊക്കെ നമുക്ക് വേറെ പീസ് എടുത്ത് വെച്ച് വേണം തയ്ക്കാനായിട്ട്. കഴുത്തൊക്കെ വെച്ച് തയ്ച്ചു. ഇനി നമുക്ക് ജോയിൻറ്റ് ചെയ്യാം, കഴുത്ത് ജോയിൻറ്റ് ചെയ്യാം. ബാക്കും ഫ്രണ്ടും കൂടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാണ്. കല്ല് വെച്ചതായതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് തയ്ക്കുന്നത് കേട്ടോ. ഇത് ക്ലോസ് ചെയ്ത് തയ്ക്കുകയാണ്. അതിൽ നിറയെ കല്ലാണ് ഇരിക്കണത്. ഒരു സൂചി പോയി, ഇനി സൂചി ഒടിക്കാൻ പറ്റൂല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങളും തയ്ക്കുമ്പോൾ തയ്ക്കാനുള്ള കേട്ടോ. അതിനകത്ത് നമ്മൾ വീണ്ടും തയ്ക്കുകയാണ്. ബാക്ക് കഴുത്ത് ക്ലോസ് ചെയ്തടിച്ചത് കൊണ്ട് ബാക്ക് കഴുത്ത് പിന്നെ തയ്ക്കണം. ഇതാ
ചുരിദാറൊക്കെ എല്ലാം അത്യാവശ്യം നന്നായിട്ട് തയ്ക്കും. പിന്നെ ഞാനിത് ഇടുന്നതെന്ന് വെച്ചാൽ എന്നാലും ചിലർക്കൊക്കെ വലിയ ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ ഒരു സംശയം വരും. കൈക്കുഴി, ഷോൾഡർ ഒക്കെ ഒരു സംശയം വരും. ഞാൻ ഈ ഷോൾഡർ പലരും 8, 9 ഒക്കെ ഷോൾഡർ എടുക്കും. ഞാൻ പക്ഷേ 7 എടുക്കുള്ളൂ. അത് എന്തിനാണ് ഞാൻ അത്ര കുറച്ച് ഷോൾഡർ കൂടുന്തോറും നമ്മളെ കഴുത്ത് ഇറങ്ങി ഇറങ്ങി പോകും ടോപ്പ് ഇടുമ്പോൾ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോൾഡർ കുറച്ചെടുക്കുന്നത് കേട്ടോ. 7 ഇഞ്ച് ഷോൾഡർ മതി ഈ സാധാ ടോപ്പിനൊക്കെ. കോളറൊക്കെ വെക്കുമ്പോൾ നമ്മൾ 9, 8.5, 9 ഒക്കെ എടുക്കണം. അത് കോളറിന്. കഴുത്ത് വെട്ടി ബാക്കും ഫ്രണ്ട് വെട്ടി തയ്ക്കണേന് അങ്ങനെ വേണ്ട. ശരിക്കും നമ്മൾ 7 ഇഞ്ച് എടുത്തിട്ട് വെട്ടി തയ്ച്ച് വരുമ്പോൾ ഒരു 6 ഇഞ്ച് മതിയാവും ഷോൾഡർ കേട്ടോ. അല്ലെങ്കിൽ 6.5. അതിൻ്റെ അപ്പുറത്തേക്ക് ടോപ്പിനായാലും ഷോൾഡർ വേണ്ട. ഷോൾഡർ കയ്യിലേക്ക് പോയാൽ കഴുത്ത് ഇറങ്ങി ഇറങ്ങി പോവും ഷോൾഡറിൻ്റെ. പലരും ഈ ടോപ്പ് ഇട്ടുകൊണ്ട് പോകുമ്പോഴും ഇങ്ങനെ കഴുത്ത് പിടിച്ച് മേലോട്ട് വയ്ക്കുന്നത് ഞാൻ കാണാറുണ്ട്. ബ്ലൗസ് പോലെ തന്നെ ടോപ്പും ഇറങ്ങിപ്പോവും കഴുത്ത്, ശ്രദ്ധിച്ച് തയ്ച്ചില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഷോൾഡർ വെട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വെട്ടുക. ടോപ്പിനായാലും പാവാടയും ബ്ലൗസിനായാലും. നമ്മൾ കൈ വെച്ച് തയ്ച്ചു. ഇനി നമുക്കിത് ജോയിൻ്റ് ചെയ്യാം. കണ്ടോ, എൻ്റെ ബോർഡറൊക്കെ നമ്മൾ അതിൽ വെച്ച് തയ്ച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം, വണ്ണമൊക്കെ നോക്കിയിട്ട്. ഇത് ഏകദേശം 52 ഇഞ്ച്. അപ്പം ഞാനൊരു 14 ഇഞ്ച്, അതായത് 58 ഇഞ്ച് വണ്ണത്തിലാണ് ഞാൻ തയ്ച്ചേക്കുന്നത്. അപ്പോൾ 58 അല്ല, 56 18, 14, 14, 28. അപ്പോൾ 56 ഇഞ്ച് വണ്ണം. ഒരുപാട് തയ്യൽ തുമ്പൊന്നും വരില്ല കേട്ടോ. ഞാൻ അത്ര എടുത്ത് എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ കൈക്കുഴി വല്ലാണ്ട് വലുതായിട്ട് ഒരു ബോറായിപ്പോവും. അപ്പം നമ്മൾ വണ്ണം കൂടുതലായതിന് ഒരുപാട് തയ്യൽ തുമ്പ് ഇടരുത്. ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ തയ്യൽ തുമ്പ് വരാവും. അത്ര കണക്കാക്കിയേ വെട്ടാവൂ. റെഡിമെയ്ഡൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ, ഒരു 1/2 ഇഞ്ച് പോലും തയ്യൽ തുമ്പ് കാണുകയില്ല അതിൽ. കാരണം അത്ര കറക്റ്റിന് വെട്ടിയാലേ കൈക്കുഴിയൊക്കെ കറക്റ്റായിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ കൈക്കുഴിയൊക്കെ വലുതായിപ്പോവും. ഇതൊക്കെ ഇത്രയൊക്കെ വരുള്ളൂ. ഇനി ഒരുപാട് അടിച്ച് കുറയ്ക്കാനൊന്നും ഇല്ല ഇതിൽ കേട്ടോ. നമ്മളിത് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വണ്ണമൊക്കെ നോക്കി എത്ര കുറയ്ക്കണം, കൈവണ്ണം എത്ര കുറയ്ക്കണം, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് തയ്ക്കാം. ഇപ്പം നമ്മളിത് തയ്ച്ച് ഇനി ഇതിൽ വണ്ണം അടിക്കാനേ ഉള്ളൂ, പിന്നെ സ്ലിറ്റും തയ്ക്കാനേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളിത് തയ്ച്ച് കഴിഞ്ഞ്. സ്ലിറ്റും ബോട്ടും വണ്ണം അടിക്കാനേ ഉള്ളൂ. ഇത് നമ്മൾ പാൻറ് തയ്ക്കാൻ പോകണം. പാൻറ്റിൻ്റെ ആദ്യം നമ്മൾ കാല് മടക്കി തയ്ക്കണം കേട്ടോ. പാൻറ്റിൻ്റെ എത്ര വീതിക്ക് വേണമെന്ന് വെച്ചാൽ അത്രയും വീതിക്ക് നിങ്ങൾ കാല് മടക്കി തയ്ക്കണം. കാലിൻ്റെ ഭാഗം മടക്കി തയ്ക്കണം. ഞാൻ ഈ പാൻറ് സാധാ പാൻറ് തയ്ക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് പെട്ടെന്ന് തയ്ച്ച് കഴിയുക, ഇങ്ങനെ തയ്ച്ചാൽ കേട്ടോ. 2 പാൻറ്റിൻ്റെ കാല് തയ്ച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴെ കൂടെ ഒരു തയ്യലും കൂടെ അങ്ങോട്ട് ഇടണം. അതൊന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയാണ്. അത് തയ്ച്ച് കഴിഞ്ഞു. ഇനി അത് ഇങ്ങനെ 2ആയിട്ട് മടക്കി ഈ ക്രോച്ച് വരെ ഒന്ന് തയ്ക്കണം കേട്ടോ. വണ്ണമൊക്കെ നോക്കണം, എത്ര ഇഞ്ച് വണ്ണം വേണമെന്ന് നമ്മൾ അളന്ന് നോക്കിയിട്ട് ഈ പാൻറ് എടുത്ത് അതിൻ്റെ വണ്ണം അളന്ന് നോക്കിയിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അവിടെ നിന്ന് ചരിച്ച് ക്രോച്ചിലേക്ക് തയ്ക്കണം. 10 മിനിറ്റ് പോലും വേണ്ട ഈ പാൻറ് തയ്ക്കാൻ കേട്ടോ. പാൻറ്റും ക്രോച്ച് വരെ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടോ ഇതൊന്ന് മറിച്ചിടാം.
മറിച്ച് ഒരെണ്ണം മറിച്ചിടുക, ഒന്നങ്ങനെ വെക്കുക. എന്നിട്ട് ഇതാ കണ്ടോ, ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ നല്ല വശം ആ ക്രോച്ചിലോട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങ് തയ്ക്കുക, രണ്ട് സൈഡിലേക്കും ഫുള്ളായിട്ട് തയ്ക്കുക. നിങ്ങളവിടെ ടോപ്പും പാൻറ്റും തയ്ക്കുന്നതിന് എത്ര സ്റ്റിച്ചിങ് ചാർജ് മേടിക്കുന്നത്? ഞാൻ ഇത്രയും തയ്ച്ചു കൊടുത്താൽ ഞാൻ വാങ്ങുന്ന 400 രൂപയാണ് കേട്ടോ. നിങ്ങളവിടെയൊക്കെ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പൊതുവെ സ്റ്റിച്ചിങ് ചാർജ് കുറച്ച് കുറവാണ് ഞാൻ വാങ്ങുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാൻ അത്രേ വാങ്ങും. ഞാനൊരു ടൗണിലല്ല ഇരിക്കുന്നത്. ടൗണിലാണെങ്കിൽ ഇതിന് നല്ല പൈസ മേടിക്കാം. പക്ഷെ ഞാനൊരു റൂറൽ ഏരിയയിലാണ്, അതുകൊണ്ട് ഞാൻ അത്രേ വാങ്ങുള്ളൂ. ഇത്രയും തയ്ച്ചു കഴിയുമ്പോൾ ഒരു 400 രൂപ എൻ്റെ കയ്യിൽ ഇരിക്കും. ഇനി ഇതിലൊന്നും ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതാ നമ്മൾ മടക്കി ഇലാസ്റ്റിക് ഇടണം. ഇത്രയേ ഉള്ളൂ ഇനി ഇതിൽ. അതും കൂടെ കഴിയുമ്പോൾ പാൻറ് തയ്ച്ചു കഴിഞ്ഞു. ഇതാ ഇലാസ്റ്റിക് കട്ട് ചെയ്ത് എത്ര ഇലാസ്റ്റിക് വേണമെന്ന് നോക്കണം. അതിങ്ങനെ രണ്ടായിട്ട് നമ്മളൊന്ന് വലിച്ചു നോക്കണം, വണ്ണമൊക്കെ എത്ര വേണം, വണ്ണം എത്ര എടുക്കുമെന്നൊക്കെ അതനുസരിച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. എന്നിട്ട് അതിങ്ങനെ രണ്ടും കൂടെ ചേർത്ത് ഒന്ന് തയ്ക്കണം. ഇതാ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി അതിനകത്ത് കയറ്റി തയ്യൽ അതിൽ വീഴരുത്, അതായത് ഇലാസ്റ്റിക്കിൽ തയ്യൽ വീഴാത്ത വിധം നിങ്ങൾ തയ്ക്കണം. ഇങ്ങനെ മടക്കി ഇതിനകത്ത് വെച്ചിട്ട് കഴിഞ്ഞു. പെട്ടെന്ന് തയ്ച്ച് കഴിയും. തയ്ക്കുമ്പോൾ ജസ്റ്റ് അതിൽ ചേർത്ത് തയ്ക്കണം, എന്നാൽ ഇലാസ്റ്റിക്കിൽ തയ്യലും വീഴരുത് കേട്ടോ. ഇലാസ്റ്റിക് മറിഞ്ഞും പോകരുത്, അതും ശ്രദ്ധിക്കണം. മറിഞ്ഞു പോയാൽ നമ്മൾ ടോപ്പ് അത് തയ്ച്ച് കഴിയുമ്പോൾ ചുരുണ്ടിരിക്കും എവിടെയെങ്കിലും. ഒരേ കണക്ക് തന്നെ തയ്ക്കണം കേട്ടോ. ആ തയ്ച്ചേക്കുന്നത് അതേപോലെ തന്നെ തയ്ക്കണം. ഇലാസ്റ്റിക്കിൽ തയ്യൽ വീഴുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് വീതി ആവരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്ക്കാൻ. കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കണം ഇലാസ്റ്റിക്കിൽ തയ്യൽ വീഴുന്നുണ്ടോന്ന്, എന്നിട്ട് വേണം തയ്ക്കാൻ. എന്നിട്ട് ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കണം. പെനയരുത്, ചുരുളരുത്. തയ്ക്കുമ്പോൾ ഇലാസ്റ്റിക് തയ്ക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇലാസ്റ്റിക് ഇങ്ങനെ വെക്കാൻ. ഇതാ നമ്മൾ ഇലാസ്റ്റിക് തയ്ച്ച് കഴിഞ്ഞു. ഇലാസ്റ്റിക്കിൽ തയ്യൽ വീണ ഇലാസ്റ്റിക് വലിക്കുമ്പോൾ വലിയില്ല. കണ്ടോ, തയ്ച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കണ്ടോ ഇലാസ്റ്റിക് ഇട്ടേക്കുന്നത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. തയ്ച്ചു കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് തയ്ക്കാനായിട്ട്. ഇതാണ് ആ ടോപ്പ്. അപ്പോൾ ഓക്കേ.